ഹലോ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ പഠിക്കുന്ന സെക്കൻഡ് സെം BSc കെമിസ്ട്രി സ്റ്റുഡൻസിൻ്റെ കോർ കോഴ്സായിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രി 2-ലെ സെക്കൻഡ് മൊഡ്യൂൾ, അതായത് ഇൻട്രൊഡക്ടറി ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ദ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദ ആറ്റത്തിൽ ഞാൻ ചെയ്യുന്ന ഫോർത്ത് വീഡിയോ ആണിത്. അപ്പോൾ ഇപ്പോൾ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വീഡിയോ ബോറിൻ്റെ ആറ്റം മോഡലിലെ കുറച്ച് പോസ്റ്റ്ലേഴ്സ് ആണ്. രണ്ടാമത്തെ വീഡിയോയിൽ ഡ്യുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആൻഡ് ദ തേർഡ് വീഡിയോയിൽ ഇറ്റ് വാസ് ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിനെ പറ്റി പറയാം. അതായത് നമ്മൾ ഡ്യുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ഡി ബ്രോഗ്ലി ഇക്വേഷനിൽ നമ്മൾ മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റിനെ പോലെ തന്നെ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോലെ തന്നെ 2 ഡ്യുവൽ നാച്ചർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ നാച്ചർ കാണിക്കുന്നുണ്ട്. അതെന്താണ്? ഫസ്റ്റ് വൺ എന്താണ്, വേവ് നാച്ചറും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ നാച്ചറും മാറ്റർ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹേസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റവും പൊസിഷനും നമ്മൾക്ക് എന്താവില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് കാണാൻ പറ്റില്ല. അതായത് നമ്മൾ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റമാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ പൊസിഷൻ അൺസർട്ടൻ ആയിട്ട് കിടക്കും. പൊസിഷനാണ് കാണുന്നതെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ മൊമെൻറ്റം അൺസർട്ടൻ ആയിട്ട് കിടക്കും എന്ന് പറഞ്ഞു. അതായത് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് പൊസിഷനും മൊമെൻറ്റവും ഇലക്ട്രോണിൻ്റെ കാണാൻ പറ്റില്ല എന്നാണ് ഹേസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഈ 2 പ്രിൻസിപ്പിളും ഈ ആറ്റത്തിൻ്റെ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനേക്കുള്ള ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കാര്യം. അതായത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതായത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ്, അതിൻ്റെ വേവ് നാച്ചർ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്താണ്, അതായത് അതിനേക്കാൾ കുറഞ്ഞ മെഷർമെൻറ്റുള്ള ഒരു ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ വേവ് നാച്ചർ കാണാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കത് മാസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ വേവ് ലെങ്ത് കാണാൻ കഴിയില്ല, ഡയറക്റ്റായിട്ട് കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞത് സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്താണ് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ക്ലാസിക്കൽ മെക്കാനിക്സിനെ പറ്റി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഇതാണ് കണ്ടോ, ക്വാണ്ടം മെക്കാനിക്സ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഞാനിവിടെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ദ മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. എന്താണ് ഇതിൽ പഠിക്കുന്നത്? നമ്മൾ മാക്രോസ്കോപ്പിക്സ് ഒബ്ജക്ട്സിൻ്റെ മോഷനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലൈക്ക് പ്ലാനറ്റ്, അതുപോലെ തന്നെ സ്റ്റാർ, ഗാലക്സി, അതായത് ഹൈ മാസുള്ള ആൾക്കാരെ പറ്റി പഠിക്കുന്ന ഒരു മെക്കാനിക്സ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിനെ നമുക്ക് വേറൊരു പേര് കൂടി പറയാനുണ്ട്. അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് ആൻ ഏർലിയസ്റ്റ് ഫോം ഓഫ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അഥവാ നിങ്ങൾക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നും കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് ഒരേ കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിലെന്താണ്, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഹൈ മാസ്സായിട്ടുള്ള കോമ്പൗണ്ട്സ്, ഈ പ്ലാനറ്റ്സിൻ്റെയും സ്റ്റാറിൻ്റെയും ഗാലക്സീൻ്റെയും ഒക്കെ നാച്ചർ, അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ ഇതിൽ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയൊരു ബ്രാഞ്ച് അതിനായിട്ട് കണ്ടെത്തണം അല്ലേ. നമുക്ക് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നമുക്ക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളും അറിയണം, അതിനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പുതിയൊരു ബ്രാഞ്ച് കണ്ടെത്തുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. Quantum mechanics dealing with the behavior of matter and light on the atomic and subatomic scale. അതായത് അറ്റോമിക് ആൻഡ് സബ് ആറ്റോമിക് സ്കെയിൽ വരുന്ന അതിൻ്റെ മുകളിൽ ഇലുമിനേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ പറ്റിയും അതുപോലെ തന്നെ മാറ്ററിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടുമാണ് ക്വാണ്ടം മെക്കാനിക്സിൽ മെയിനായിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ്? അതായത് മാറ്ററിൻ്റെ ബിഹേവിയർ, മാറ്ററിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഈ ആറ്റോമിക് ആൻഡ് സബ് ആറ്റോമിക് സ്കെയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ ഇലുമിനേറ്റ് ചെയ്യുന്ന ആ ലൈറ്റിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയുന്നത്. And the second point is it attempts to describe and account for the properties of molecules and atoms and their constituents like electrons, protons, neutrons, etc. ഇതിലെന്താണ് നമ്മൾ പറയുന്നത്?
ഈ ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ് പറയുന്നത്, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇതെന്തിൻ്റെ ഒരു അക്കൗണ്ടാണ് നമുക്ക് തരുന്നത്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ആൻഡ് ദെയർ കോൺസ്റ്റിറ്റ്യൂയൻസ്, അതായത് മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂയൻസിനെ എന്താണ് പ്രോപ്പർട്ടീസൊക്കെയാണ് ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു അക്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ പറ്റിയിട്ട്. അതായത് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എന്താണ്, അതായത് ഇതൊക്കെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ള ബ്രാഞ്ചാണ് വേണ്ടത്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് പഠിക്കാനല്ലേ. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു ആളാണ് ആര്, ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് പഠിക്കാൻ ഓൾറെഡി ക്ലാസിക്കൽ മെക്കാനിക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആരെയാ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ സ്റ്റഡി ചെയ്യാനുള്ള ആളെയാണ് വേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പറ്റി സ്റ്റഡി ചെയ്യാനുള്ള ആളാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇനി നമുക്ക് അതിനെ സ്റ്റഡി ചെയ്യാൻ നമ്മൾ എന്തുണ്ട്, ഒരു ഇക്വേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രോഡിഞ്ചർ വേവ്, അതായത് സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് SWE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു 2 കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ എർവിൻ സ്ക്രോഡിഞ്ചർ ബേസ്ഡ് ഓൺ ഡ്യുവൽ നാച്ചർ ഓഫ് ദി ഇലക്ട്രോൺ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡ്യുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആ മാറ്ററാണല്ലോ ഇപ്പോൾ ഇലക്ട്രോണിന് ഡ്യുവൽ നാച്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണുക. എന്താണ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ആരാ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ എർവിൻ സ്ക്രോഡിഞ്ചർ. എർവിൻ സ്ക്രോഡിഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഫിസിസ്റ്റാണ് ഇത് കൊണ്ടുവന്നത്. എന്തിനെ പറ്റിയിട്ട്, ബേസ്ഡ് ഓൺ ഡ്യുവൽ നാച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ 2 ഡ്യുവൽ നാച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എർവിൻ സ്ക്രോഡിഞ്ചർ ഈ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് the probability of an electron at any point around the nucleus can be determined by the help of Schrodinger wave equation, which is, അതായത് ഇതിൽ കൂടെ എന്താണ് നമ്മൾ കാണുന്നത്, ദ പ്രോബാബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ അറ്റ് എനി പോയിന്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതായത് നമുക്കൊരു ആറ്റം ഉണ്ട്, ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസ് അതായത് ഒരു ഓർബിറ്റിൽ ഒരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ സറൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊബാബിലിറ്റി നമ്മൾ കാണുന്നത് ഈ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അതായത് നമുക്ക് നോർമലി അത് എവിടെയാണ് ആ ഇലക്ട്രോൺ കാണാൻ പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനോടെയാണ് നമുക്കത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു. ആൻഡ് ദ ഇക്വേഷൻ ഈസ്, നോക്ക്, ഇതാണ് നമ്മളെ ഇക്വേഷൻ. എന്താണ്, ഡെൽ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡെൽ വൈ സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡെൽ സെഡ് സ്ക്വയർ പ്ലസ് 8π സ്ക്വയർ എം ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പോൾ അതിലെ ടേംസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എക്സ് വൈ സെഡ് എന്ന് കാണാൻ പറ്റും. സി, എക്സ് വൈ സെഡ് എന്താണ്, ആർ ദ 3 സ്പേസ് കോർഡിനേറ്റ്സ്. എന്താണ്, 3 സ്പേസ് കോർഡിനേറ്റ്സ്. അതായത് ഇവിടെ ഞാൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്പേസിലുള്ള ആ ഒരു 3 കോർഡിനേറ്റ്സ് ആണത്. ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടാണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ എം എന്ന് പറയുന്നത് എന്താണ്, എം മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിൻ്റെ മാസ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ മൂവിങ് ഇലക്ട്രോൺ. അതായത് ഈ ആറ്റത്തിൽ എന്തുണ്ട്, പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജിയാണിത്. ആൻഡ് വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ആൻഡ് ഇ മൈനസ് വി, അതായത് ഇ മൈനസ് വി എന്ന് പറയുന്നത് എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. നമുക്കറിയാം ഈ ടോട്ടൽ എനർജി ഓഫ് ദ മൂവിങ് ഇലക്ട്രോൺ ആണ്, വി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇ മൈനസ് വി എന്തായിരിക്കും, കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ആയിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്, ഇവിടെ സൈ ആണ്. സൈ എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ. അതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല.
ഇവിടെ എന്താണ് psi is equal to ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ഫംഗ്ഷൻ ആണ്. അതായത് നമുക്കൊരു ഇലക്ട്രോണിന് എന്താണ്, ഇലക്ട്രോണിന് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്ത് നേച്ചറാണ് ഉണ്ടാവുക, വേവ് നേച്ചർ. അതായത് ഇലക്ട്രോണിൻ്റെ എന്താണ് മെഷർമെൻറ്റിനേക്കാളും കുറവുള്ള മെഷർമെൻറ്റുള്ള ലൈറ്റിനെ ഇലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോണിൻ്റെ മുകളിലേക്ക് ഇലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേവ് നേച്ചർ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിൻ്റെ ആ വേവ് നേച്ചർ. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഞാനൊരു ആരോ മേലോട്ടും താഴോട്ടും ഒരു ഏരോ ഇട്ടിട്ടുണ്ട്. ഇതെന്താണ്, ആ ഇലക്ട്രോണിൻ്റെ ആ വേവ് നേച്ചർ കാണുന്ന ഇലക്ട്രോണിൻ്റെ ആംപ്ലിറ്റ്യൂഡാണിത്. അപ്പോൾ ഈ സൈ, ഇതാണ് സൈ, കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് സൈ. അപ്പോൾ സൈ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. അപ്പോൾ അത് ഒരു ആംപ്ലിറ്റ്യൂഡാണത്. പിന്നെ ഡെൽ എന്ന് പറഞ്ഞാൽ, ഡെൽ എന്തിനാണ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എൻ ഇൻഫൈനൈറ്റിസിമൽ ചേഞ്ച്. അതാണ് ഡെല്ല് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ആ ഇക്വേഷനിലേക്ക് വീണ്ടും ഒന്ന് പോവാം. നോക്കിയോ, എന്താണ് ഈ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതി വെച്ചതാണ്. എന്താണ്, ഡെൽ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡെൽ വൈ സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡെൽ സെഡ് സ്ക്വയർ പ്ലസ് 8π സ്ക്വയർ എം ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് വി ഹാവ് ടു ടേക്ക് ആസ് ഇക്വേഷൻ 1. നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് അതൊന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഇക്വേഷൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡെൽ സ്ക്വയർ എന്ന്. ഡെൽ സ്ക്വയർ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മൾ ഈ ടേംസ്, അതായത് സൈ ഇവിടെ മേലത്തെ ഇക്വേഷനിൽ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ, അതായത് കണ്ടോ ഈ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ ഈ സൈനെ ഒഴിവാക്കിയും എടുക്കുക. അപ്പോൾ സൈനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽ വൈ സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽ സെഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഈ ഡെൽ 2 അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേഷൻ 2 ആക്കി എടുത്തു. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ 2 നമ്മൾ എന്തിൽ കൊടുക്കുക, ഈ ഇക്വേഷൻ 1ൽ കൊടുത്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ദ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി, ഈ ഡെൽ സ്ക്വയർ, ഇപ്പോൾ ഇത്രയും ടേംസ് ഡെൽ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഡെൽ സ്ക്വയർ സൈ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ഇക്വേഷൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ സൈ പ്ലസ് 8π സ്ക്വയർ എം ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇക്വേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസിലേക്ക് നമുക്ക് പോകാം. അതായത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുകയെന്ന്. ഓക്കെ, സി. അപ്പോൾ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് നമ്പർ കോൾഡ് ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് ഡിസ്ക്രൈബ് ഡെഫിനിറ്റ് എനർജി സ്റ്റേറ്റ് ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഷേപ്സ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. എന്താണ് പറയുന്നത്, അതായത് നമ്മൾ ആ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു സെറ്റ് ഓഫ് നമ്പർ കിട്ടും നമുക്ക്. അപ്പോൾ ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ഡെഫിനിറ്റ് എനർജി തരുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പിനെ പറ്റി, അതിൻ്റെ ഓറിയൻറ്റേഷനെ പറ്റി, പിന്നെ എന്താണ് ആ ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റിനെ പറ്റിയൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതാണ് ഈ സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് കാണേണ്ടതും അതാണല്ലോ, അതായത് ഈ ഇലക്ട്രോണിൻ്റെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. പിന്നെ പറയാനുള്ളത് എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിന് ഞാനിവിടെ ഒരു എന്താണ് തന്നിട്ടുണ്ട്. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഈച്ച് ഓർബിറ്റൽ ഇൻ ആൻ ആറ്റം ഈസ് സ്പെസിഫൈഡ് ബൈ എ സെറ്റ് ഓഫ് 3 ക്വാണ്ടം നമ്പേഴ്സ് എൻ, എൽ, എം. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ, പിന്നെ എം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ആൻഡ് ഈച്ച് ഇലക്ട്രോൺ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലാർ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതായത് സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയത്, അതായത് ആ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഉള്ളത്, ഏത് സബ് ഷെല്ലിലാണ് ഉള്ളത്, ആൻഡ് വാട്ട് എവർ അബൌട്ട് ദ ഇലക്ട്രോൺ നമുക്ക് ആ ഒരു സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ട് ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലാകാത്ത പാർട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്